വലിപ്പമുണ്ടായിട്ടും ചെറുതായിരിക്കാൻ കഴിയുന്നതിനെയാണ് വിനയം എന്ന് പറയുക. വിനയം എന്നുള്ള സുതാര്യ മൂല്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പറയുന്നത് ഇങ്ങനെയാണ്: ഹ്യൂമിലിറ്റി ഓപ്പൺസ് ദ ഹേർട്ട് ടു ലേണിംഗ് ഗ്രോത്ത് ആൻഡ് ഹാർമോണിയസ് ലിവിംഗ്. വിനയം അഥവാ ഹ്യൂമിലിറ്റി, വിനയം എന്നത് സ്വയം ചെറുതാക്കലല്ല, സ്വന്തം ശക്തികളും പരിമിതികളും ശരിയായി തിരിച്ചറിഞ്ഞ് സത്യത്തോടും പഠനത്തോടും തുറന്ന മനസ്സോടെ ജീവിക്കുന്ന നിലപാടാണ്. വിനയം അഹങ്കാരത്തെ കുറയ്ക്കുകയും തെറ്റുകൾ തിരുത്താനും മറ്റുള്ളവരെ ആദരിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. കൊളംബസ് ദർശനത്തിൽ വിനയം വ്യക്തി വളർച്ചയ്ക്കും ആത്മീയ പക്വതയ്ക്കും സഹജീവിതത്തിനും അനിവാര്യമായ അടിസ്ഥാന മൂല്യമാണ്. ഇതാണ് ഇന്നത്തെ വിഷയം, വിനയം. ഈ വിനയം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ, മുതിർന്നവരുടെ മുന്നിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ നമ്മള് ചിലപ്പോഴൊക്കെ അഭിനയിച്ചു കൂട്ടേണ്ടി വരിക എന്നുള്ളൊരവസ്ഥയുണ്ട്. അങ്ങനെ അഭിനയിച്ചു കൂട്ടുന്നതിനാണ് വിനയം എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ വിനയം എന്ന് പറയുന്നത് ഒരു അഭിനയിച്ചു കൂട്ടലല്ല, അത് ആത്മനിന്ദയുമല്ല. നമ്മള് എന്താ പറയാ, ഞാൻ എന്നെ കുറച്ച് കാണിക്കുന്ന ഒരു അവസ്ഥയല്ല. അത് കേവലം ദൗർബല്യം ഉണ്ടല്ലോ, നമ്മുടെ വ്യക്തി ദൗർബല്യം എന്ന് പറയുന്നില്ല, ദൗർബല്യവുമല്ല, നമ്മളെ ചെറുതാക്കലല്ല, അത് നമ്മുടെ കോൺഫിഡൻസിന്റെ കുറവുമല്ല. ഇപ്പൊ വിനയം കാണിക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ചെറുതായി പോകുമോ, എന്റെ ബലഹീനതയായി കണക്കാക്കപ്പെടുമോ എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പൊ ഇതൊന്നും അല്ല വിനയം എന്ന് പറയുന്നത്. വിനയം എന്ന് പറയുന്നത് നമ്മെ സ്വയം ശരിയായി തിരിച്ചറിയുന്ന ഒരു മനോഭാവമാണ്. അതായത് സത്യത്തിന് മുന്നിൽ തുറക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സുള്ളവർക്കാണ് വിനയം എന്നുള്ളത് ഉണ്ടാവുക. അവിടെ ഞാൻ നിൽക്കുന്ന സാഹചര്യം എന്താണ്, എന്റെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി അല്ലെ സാഹചര്യം എന്താണ്, അതിനെ ഞാൻ പഠിക്കാൻ തയ്യാറാകുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ഞാൻ അതിനേക്കാളും വലുതാണെന്നുള്ളതല്ല, ഞാൻ അതിൽ നിന്നും എടുക്കുന്നതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുകയും ഒക്കെ വേണം. അത് നമ്മുടെ അഹങ്കാരത്തെ അതിജീവിക്കുന്ന സമയത്ത് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ അഹങ്കാരത്തെ മാറ്റിവെച്ച് അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന്റെ മുന്നിൽ താഴ്ന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ഈ താഴ്ന്നു നിൽക്കാൻ ചിലപ്പോ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ നമ്മുടെ കൈ അതിന്റെ താഴെയാണ് വെക്കേണ്ടത്, മുകളിലല്ല. പൈപ്പിനേക്കാളും ഉയർന്നതാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടില്ല. പൈപ്പിനേക്കാളും താഴ്ന്നതാണ് ആ ടാപ്പ്. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം എന്റെ കയ്യിലേക്കാണ് വീഴേണ്ടതെന്ന് പറയുന്നെങ്കിൽ ആ ഒഴിക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഒരു കോപ്പയിൽ നിന്ന് വെള്ളം എടുത്ത് തരികയാണെങ്കിൽ അതിന്റെ താഴത്തേക്ക് കൈ കാണിക്കണം. ആ താഴ്ന്നു നിൽക്കലാണ്, സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള താഴ്ന്നു നിൽപ്പാണ് വിനയം എന്ന് പറയുന്നത്. ഈ വിനയം എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് സ്വന്തം പരിമിതികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. ആ സ്വന്തം പരിമിതികളെ തിരിച്ചറിയുകയും ആരുടെ മുന്നിലാണ് വിനയം കാണിക്കുന്നത്, അവരുടെ മൂല്യത്തെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വന്ന സുതാര്യ മൂല്യങ്ങളെല്ലാം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അതിന്റെ പ്രയോഗത്തിൽ, അതിന്റെ സ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ മാറ്റം. അപ്പോ ഈ വിനയം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്വന്തം പരിമിതിയെ തിരിച്ചറിയുന്നതാണ്, മറ്റുള്ളവരുടെ മൂല്യം അംഗീകരിക്കുന്നതാണ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കലാണ്, ആ സത്യത്തെ, മുന്നിലുള്ള സത്യത്തെ സ്വീകരിക്കാനുള്ള പക്വതയാണ്. അവിടെയാണ് ആ വിനയം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുക. വിനയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. മുന്നിലുള്ള വ്യക്തി എന്താണ് എന്ന് പറയുന്നത് കാണാനോ കേൾക്കാനുള്ള സന്നദ്ധമായ മനസ്സുണ്ടാവുള്ളൂ. അയാളെ കേൾക്കണ്ടേ? മുന്നിൽ നമ്മൾ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, പ്രകൃതിയുമായി ആ ബാന്ധവത്തിലാകുന്ന സമയത്ത്, സുതാര്യമായ ഒരു ബന്ധത്തിലാവുന്ന സമയത്ത് അവിടെ അയാളെ അറിയാൻ നമുക്ക് കഴിയണം. അതിന് കേൾക്കാൻ സന്നദ്ധമായ മനസ്സുണ്ടാവുന്ന വിനയമുള്ളപ്പോഴാണ്. അവിടെ നമ്മൾ ആ ഇന്ററാക്ഷന്റെ ഇടയിൽ നമുക്കൊരു അപാകം വന്നു എന്നിരിക്കട്ടെ, എനിക്കങ്ങനെ ഒരു തെറ്റു പറ്റി അല്ലെങ്കിൽ അപാകം ഉണ്ടായി എന്ന് സമ്മതിക്കാനുള്ള മനസ്സ് വിനയമുള്ളവർക്കേ ഉണ്ടാവുള്ളൂ. അതൊരു തരം ധൈര്യമാണ്. വിനയം എന്ന് പറയുന്നത് ഒരു തരം ധൈര്യമാണ്, തെറ്റുകൾ സമ്മതിക്കാനുള്ള ധൈര്യമാണ്. അവിടെ സ്വാഭാവികമായിട്ടും തിരുത്തലുകൾ സ്വീകരിക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. മുന്നിൽ നിന്ന് വരുന്ന ഒരു ഡിറക്ഷൻ ഉണ്ടെങ്കിൽ ആ തിരുത്തലുകളെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് വിനയത്തിന്റെ ഭാഗമാണ്. അഥവാ നമ്മൾ ഇനിയിപ്പോ ഒരു വിജയം നേടിയെന്നിരിക്കട്ടെ, അത്
നമ്മൾ ആഘോഷമാക്കിയിട്ട് മുന്നിലുള്ള സംവിധാനങ്ങളെല്ലാം ചെറുതാക്കി കാണിക്കുന്നതിന് പകരം നമ്മുടെ വിജയത്തിൽ ലാളിത്യം നിലനിർത്തുക എന്നുള്ളത് വിജയത്തിന്റെ ഭാവമാണ്, വിനയത്തിന്റെ ഭാവമാണ്. ഈ വിനയമുണ്ടെങ്കിലാണ് പരസ്പര ബഹുമാനം വർദ്ധിക്കുക, നമ്മളെ പരസ്പര വിശ്വാസം ശക്തമാവുക, ആ സഹവർത്തിത്വം എന്ന് പറയുന്നത് സഹകരണം സ്വാഭാവികമാവുകയും സംഘർഷങ്ങൾ കുറയുകയും ചെയ്യുന്നത് വിനയമുള്ളപ്പോഴാണ്. വിനയമുള്ളവരിലാണ് ശരിക്കും ഈ അഹങ്കാരം എന്നുള്ളൊരു അവസ്ഥ പതുക്കെ വിട്ടുപോവുക. അതെന്തിനേയും തുറന്നു പഠിക്കാനുള്ള മനസ്സുണ്ടാവുന്നത് വിനയമുള്ളവരിലാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിത ധർമ്മബന്ധോ അതിനെ ബോധ്യപ്പെടാനും അതിനോട് ചേർന്ന് നിൽക്കാനും കഴിയുക. അവിടെ നമ്മുടെ ഈ ആന്തരികമായിട്ടുള്ള ധർമ്മം എന്നുള്ളത് വെളിപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ മൂല്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ മൂല്യങ്ങൾ സ്വാഭാവികമായി പ്രകടമാകുന്നത് വിനയമുള്ളവരിലാണ്. അപ്പോ ഒളിമ്പസ് ഇതിനെ കാണുന്നത് ഈ സത്യം എന്നുള്ളത് വ്യക്തിയേക്കാൾ വലുതാണ് അല്ലെ. അപ്പോ അവിടെ സത്യം എന്നുള്ളൊരവസ്ഥ, ഞാൻ എന്താണോ ചെയ്യേണ്ടത്, ഞാൻ ഈ വർത്തമാന സ്ഥിതിയിൽ എവിടെയാണോ, ഞാൻ എന്തൊക്കെയാണോ, ഞാൻ മുന്നിലുള്ള വ്യക്തിയുടെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, മുന്നിലുള്ള സാഹചര്യങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഈ സത്യത്തിനേക്കാളും വലുതല്ല ഞാനിവിടെ ഉണ്ട്, ഞാനൊരു സാക്ഷിയാണ്. ആ സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് ഞാനിതിനെ കാണുമ്പോൾ ഞാൻ ഇതിനേക്കാളും വലുതല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒളിമ്പസിന്റെ പഠനത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം, വിനയത്തിന്റെ ഒരു പക്ഷത്വം. അതാണ് വിനയം എന്ന് പറയുന്നത്. ആ സത്യം എന്ന് പറയുന്ന ഒരവസ്ഥ, പരിസരത്തിന്റെ, വ്യക്തിയുടെ, സമയത്തിന്റെ, കാലത്തിന്റെ ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, ആ റിയാലിറ്റിയിലേക്കും വലുതല്ല ഞാൻ, പക്ഷെ ഞാനിവിടെ സാക്ഷിയാണ്, ഞാനുണ്ട്, ഞാൻ വലുതാണ്, ഞാൻ എന്റേതായിട്ടുള്ള സ്ഥാനമുള്ള ആളാണ്, എന്റെ ഇൻട്രൻസിക് വാല്യൂ ഉള്ളതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ആ സത്യമാണ് വലുത്. അല്ല, ആ സത്യം, ഇവിടെയുള്ള സത്യം ഉണ്ടല്ലോ, ഞാനും അതിന്റെ ഭാഗമാണെന്നുള്ള സത്യമാണ് വലുത്. അപ്പോ അവിടെ എനിക്ക് ചെയ്യാനുള്ളത് എന്റെ ധർമ്മം നിർവഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ധർമ്മം നിർവഹിക്കുക വെച്ചാൽ നിശ്ചയിഷ്ടമായി നിശ്ചലമായി നിൽക്കലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നാൽ മതി, ഞാൻ അവിടെ കയറി ഇടപെടേണ്ട കാര്യമില്ല. അപ്പോ എന്റെ ധർമ്മം എന്ത് എന്നുള്ളതാണ് അവിടെ പ്രകടമാകേണ്ടത്. അല്ലാതെ എന്റെ അഹങ്കാരമുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള എന്റെ പ്രസൻസ് കാണിക്കലല്ല, എന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കലല്ല. എന്റെ ധർമ്മം എന്തോ ആ ധർമ്മത്തെ പാലിക്കുക എന്നുള്ളതാണ്. ധർമ്മത്തെ പാലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ അഹങ്കാരം എന്നുള്ളത് അവിടെ വെളിപ്പെടില്ല, അല്ലെങ്കിൽ അഹങ്കാരം ശുദ്ധമാക്കപ്പെടും. അവിടെ ഈ നേരത്തെ പറഞ്ഞ വിനയം എന്നുള്ളൊരവസ്ഥ, പാരസ്പര്യം ഉണ്ടല്ലോ, നമ്മളെ പരിസരവുമായിട്ടുള്ള പാരസ്പര്യം, ആ പാരസ്പര്യത്തിന്റെ ആഴത്തിലേക്ക് പോകും, അതിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ തുറന്നു വെക്കുന്ന, വിനയത്തോടു കൂടി തുറന്നു വെക്കുന്ന മനസ്സ് സത്യത്തിൽ നമ്മുടെ എക്സ്പാൻഷനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പാൻഷനെ, സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പാൻഷനെ, അത് മാത്രമല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ വിധത്തിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെയുള്ള ആ എക്സ്പാൻഷനെയാണ് ശരിക്കും ഇൻവൈറ്റ് ചെയ്യുന്നത്. സഹജീവനം എന്നുള്ളൊരവസ്ഥയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ വിനയത്തിലാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ധാർഷ്ട്യത്തോട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സഹജീവനം സാധ്യമാവില്ല. സോഷ്യൽ പ്രഷർ കൊണ്ട് ഒരു പക്ഷെ ഫാമിലികൾക്കകത്ത് ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കും. ഒരാൾ ഡോമിനേറ്ററും മറ്റൊരാൾ ഒരു സ്ലേവുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ. പക്ഷെ യഥാർത്ഥത്തിൽ സോഷ്യൽ പ്രഷർ ഇല്ലാതെ രണ്ടുപേർ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിന് വേണ്ടത് വിനയമാണ്. പരസ്പരം ഒരുമിച്ച് ചേർന്ന് സഹജീവനം അല്ലെങ്കിൽ കോഹറൻസ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ വിനയമുണ്ടായേ പറ്റും. അപ്പോ വിനയം ഉണ്ടാകുന്ന വഴി ഇതാണ്. ആദ്യം അഹങ്കാരം എന്നുള്ളൊരവസ്ഥ ഒഴിവായിട്ട് അത് അവബോധത്തിലേക്ക് പോകണം. എന്താണ് ഞാൻ പരിസരത്ത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ആ അവബോധത്തിൽ നിന്ന് നമ്മൾ അംഗീകാരത്തിലേക്ക് പോകണം. മുന്നിൽ നിൽക്കുന്നതിനെ അംഗീകരിക്കുക. ആ അംഗീകരിക്കുന്നതിനെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലിൽ നിന്നും പാകതയിലേക്ക് പോകണം നമുക്ക്. ആ പാകതയിൽ നിന്നും സാമൂഹ്യ വിജയത്തിലേക്ക് പോകണം. ഇങ്ങനെയാണ് വിനയം സാമൂഹ്യ വിജയത്തിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോ വിനയം എന്ന് പറയുന്നത് ഒരിക്കലും അവനവനെ ചെറുതാക്കലല്ല, പകരം അത് നമ്മുടെ സ്ഥാനം, നമ്മുടെ സ്പേസ് തുടങ്ങിയ തിരിച്ചറിഞ്ഞ് നമ്മുടെ ചെറുപ്പം മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായി സഹജമായി മറ്റുള്ളവയുമായി ചേർന്നിഴുകി നിൽക്കാൻ കഴിയുക. ഈ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.